ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2026 ഫിഫ വേൾഡ് കപ്പിലേക്ക് ബ്രസീൽ യോഗ്യത നേടിയിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു വിഷയം മാത്രമാണ്. പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫിഫ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ദ മൈറ്റി ബ്രസീൽ ഇല്ലാണ്ട് ഒരൊറ്റ ലോകകപ്പ് നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ലോകകപ്പിലേക്കും യോഗ്യത നേടിയിട്ടുള്ള ഏക രാജ്യം അത് ബ്രസീലാണ് എന്ന് മാത്രമല്ല ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള രാജ്യവും അത് ബ്രസീൽ തന്നെയാണ്. 5 കിരീടങ്ങളാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ 6ാം കിരീടമാണ് 2026 വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ അത് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ്. അവരെന്തായാലും അവരുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളൊരു ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ ആയിരുന്നില്ല. ചില മോശം പരാജയങ്ങളൊക്കെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അവർ കോച്ചിനെയൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മൾ കണ്ടു. എന്തായാലും ഇപ്പോൾ അവരൊരു ഫോറിൻ കോച്ചിനെ അങ്ങോട്ട് നിയമിച്ചിരിക്കുകയാണ്. ആ ഒരു മാറ്റം അവിടെ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഡോൺ കാർലോ എന്ന് വിളിപ്പേരുള്ള ഇറ്റാലിയൻ സീരിയൽ വിന്നറായിട്ടുള്ള കാർലോ അൻചെലോട്ടിയുടെ അവരുടെ മാനേജറാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. മാത്രമല്ല ഓൾറെഡി 2 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ബ്രസീൽ കാർലോ അൻചെലോട്ടിയുടെ കീഴിൽ 2 യോഗ്യതാ മത്സരങ്ങൾ, ഇക്വഡോറിനെതിരെയും പരാഗ്വയ്ക്കെതിരെയും. അപ്പോൾ ആ 2 മത്സരങ്ങളിൽ നിന്നുള്ള എൻ്റെ വീക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങളുണ്ടായിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനോട് യോജിക്കാം. അത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ വീണ്ടും ഒന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിൽ നിന്ന് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷനും അതേപോലെ തന്നെ നിലവിലത്തെ സാഹചര്യത്തിൻ്റെ റിയാലിറ്റിയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഈ വിലയിരുത്തൽ ഞാൻ നടത്താൻ പോകുന്നത്. പക്ഷേ എന്നാൽ പോലും എനിക്ക് വല്ലാത്ത എക്സ്പെക്റ്റേഷൻ ഉണ്ട് ബ്രസീലിൽ നിന്ന്. ബ്രസീൽ എങ്ങനെ ആയിരിക്കണം, ഏത് രീതിയിലായിരിക്കണം അവർ കോമ്പീറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ധാരണ എനിക്കുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിലവിലത്തെ സാഹചര്യം കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും കാർലോ അൻചെലോട്ടി ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അവർക്ക് ആ 6ാമത്തെ കിരീടം നേടിക്കൊടുക്കാൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. മാത്രമല്ല അധികം സമയമില്ല. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവിടെ ഒരു ബാലൻസ് തന്നെ ആദ്യം അദ്ദേഹം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആകെ ഒരൊറ്റ വർഷം മാത്രമേ സമയമുള്ളൂ. ഓൾറെഡി അദ്ദേഹം വന്നിട്ട് 2 മത്സരങ്ങൾ അദ്ദേഹത്തിന് കീഴിൽ കളിച്ചുള്ളൂ. പക്ഷേ വളരെ കുറച്ച് സമയം അദ്ദേഹത്തിന് പ്ലേയേഴ്സുമായിട്ട് വർക്ക് ചെയ്യാനൊക്കെ സമയം കിട്ടിയിട്ടുള്ളൂ. മാത്രമല്ല പോർച്ചുഗീസ് ഭാഷയും കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. ആ കൾച്ചർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശരിയാണ്, ഡോൺ കാർലോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മാനേജറിയൽ കരിയർ എന്ന് പറഞ്ഞാൽ അതൊരു നീണ്ട സമയമാണ്. അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സമയം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേയിങ് സമയമായിരുന്നു. മാനേജറിയൽ കരിയർ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറാണ്. റയൽ മാഡ്രിഡിൻ്റെ തന്നെ ഏറ്റവും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള മാനേജറായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങി പോയിട്ടുള്ള. അദ്ദേഹത്തിന് കൊടുത്തുള്ള ഫെയർവെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ബെർണബ്യൂവിൽ റയൽ മാഡ്രിഡ് മാജിക് കാണിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ ബ്രസീലിയൻ പ്ലേയേഴ്സുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. ബ്രസീലിയൻ പ്ലേയേഴ്സ് മാത്രമായിട്ടല്ല, പ്ലേയേഴ്സുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കണക്ഷൻ, അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് സ്കില്ല്, അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സക്സസ്സിൽ അതിൽ വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അതായത് ഈ മാനേജ്മെൻറ്റ്, മനുഷ്യന്മാരെ മാനേജ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുണ്ടല്ലോ, അത് വല്ലാത്തൊരു സംഭവം തന്നെ. അപ്പോൾ ആ രീതിയിലൊരു മോട്ടിവേഷൻ ഈ ബ്രസീലിയൻ സൈഡിന് ആവശ്യമുണ്ട്. ഒപ്പം അവർക്ക് ഒരു സ്ട്രക്ചർ വേണം, ഒരു സിസ്റ്റം വേണം, ഡിസിപ്ലിൻ വേണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം വളരെ വലിയ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഫിഗറാണ് എന്നുള്ളത് ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും 34 പ്ലേയേഴ്സുമായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ 80കളിൽ അദ്ദേഹം പ്ലെയർ ആയിരിക്കെ തന്നെ ഇപ്പോൾ ഫൽക്കാവോ പോലെ, ടൊനീനിയോ, കെരേസോ പോലെയുള്ള പ്ലേയേഴ്സുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മാനേജറിയൽ കരിയർ തന്നെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ റൊണാൾഡോ നസാരിയോ, ഫെനോമിനൻ, റിവാൾഡോ, ആ രീതിയിൽ പിന്നെ കഫു, ആരെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്, കക്ക, പിന്നെ പാറ്റോ, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിനി ജൂനിയർ, മെലിറ്റാവോ, ഈവൻ കസമീറോ ആയിട്ട് അദ്ദേഹം പിന്നെ ബന്ധമുണ്ട്. റിച്ചാർലിസനുമായിട്ട് എവർട്ടനിൽ ബന്ധമുണ്ട്. എൻട്രിക്ക് ഇപ്പോൾ ന്യൂ ജനറേഷൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നമ്മുടെ റോഡ്രിഗോ, അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകും. വേറെയും കുറേ പ്ലേയേഴ്സുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. 34 പ്ലേയേഴ്സുമായിട്ട് ബന്ധമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ രീതിയിൽ അവരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പ്ലെയർ ആയിരിക്കും, മാനേജറായിരിക്കും. അപ്പോൾ ആ രീതിയിൽ എന്താണ് ബ്രസീലിയൻ കൾച്ചർ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് ഓൾറെഡി അറിയാം. പക്ഷേ ഇനി അവിടെ ചെന്ന് റിയോയിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മൊത്തത്തിലൊരു ഡിഫറെൻറ്റ് സംഭവമാണ്. അദ്ദേഹം ഇതുവരെ റിയോയിൽ താമസിച്ചിട്ടില്ല, അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ അദ്ദേഹത്തിന് വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ കണ്ടറിയേണ്ട സംഭവമാണ്. ഇനി വേറെ കാര്യം, ഈ ഒരു ഫോറിൻ കോച്ചിനെ കൊണ്ടുവരാനെടുത്തിട്ടുള്ള ആ ഒരു തീരുമാനമുണ്ടല്ലോ, അത് കുറേ നാളായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ബ്രസീലിയൻ കോച്ചുമാരുടെ കീഴിൽ ബ്രസീലിൽ വലിയ മാറ്റമൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല. മാത്രമല്ല അവിടെയുള്ള മിക്ക പ്ലേയേഴ്സും യൂറോപ്പിൽ കളിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ
ഈ ബ്രസീലിയൻ കോച്ചുമാരുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, കോൺമബോളിലെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ആ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ കളിക്കുന്ന ടീമുകളിൽ ഒരെണ്ണത്തിൽ പോലും ഒരു ബ്രസീലിയൻ മാനേജർ ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം. അതിൽ കൂടുതലും അർജൻറ്റീനിയൻ മാനേജർമാരാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ രീതിയിൽ എന്താണ്, ഈവൻ യൂറോപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രസീലിയൻ മാനേജർമാരെ അങ്ങനെ കാണാൻ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ രീതിയിൽ ബ്രസീലിയൻ മാനേജർമാരെ കൈവടിയാണ്. അവരൊരു ഒരു ഒരു മാറ്റം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഈ കാർലോ ആൻചെലോട്ടിയുടെ കീഴിൽ വിനി ജൂനിയറിൻ്റെ പോലും ഫോം വലിയ തോതിൽ മാറ്റം സംഭവിക്കുന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം വെച്ചാൽ വിനി ജൂനിയർ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിച്ചിട്ടുള്ളത് കാർലോ ആൻചെലോട്ടി എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിലാണ്. അതായത് കാർലോ ആൻചെലോട്ടി റയൽ മാഡ്രിഡിൻ്റെ മാനേജറായതിനു ശേഷമുള്ള വിനി ജൂനിയറിൻ്റെ റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു തുവള്ളക്കുപ്പായത്തിലെ ഔട്ട്പുട്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി. അതിപ്പോൾ ബിഗ് ഗെയിമുകളാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത് കാർലോയുടെ കീഴിലാണ്. അപ്പോൾ ഇത് ആ ഒരു ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തിനോട് ആ ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി വിനി അങ്ങോട്ട് കളിച്ചോളൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ ഇക്വഡോറിനെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ ഗോൾ അടിച്ചില്ലെങ്കിലും പരാഗ്വയ്ക്കെതിരെയുള്ള ആ ഒരു വിജയത്തിൽ ആ വിന്നിംഗ് ഗോൾ വിനി ജൂനിയറാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ കാർലോ ആൻചെലോട്ടി ട്വീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. 2 മത്സരത്തിലും 2 ഫോർമേഷനാണ് അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള സംഭവം വളരെ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ വലിയ തോതിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാനും സമയമില്ല എന്നുള്ളതാണ്. ഒരു സ്റ്റെബിലിറ്റി വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയും വേണം. കാരണം അധികം സമയമില്ല, വളരെ പെട്ടെന്ന് തന്നെ 1 വർഷം കഴിയും ആ വേൾഡ് കപ്പിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ അതിനായിട്ട് പ്രോപ്പർ ഒരു സോളിഡ് യൂണിറ്റിനെ തയ്യാറെടുപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാർലോ ആൻചെലോട്ടിയുടെ മുമ്പിലുള്ള പണി അത്ര ചെറിയൊരു പണിയൊന്നുമല്ല. അതിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് വിൻ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്, സീരിയൽ വിന്നറാണ്. പക്ഷേ ഈ പണി ഇതൊരു വല്ലാത്തൊരു പണിയാണ്. എന്തായാലും അദ്ദേഹം ഈ ഒരു ചാലഞ്ച് ഏറ്റെടുത്തത് ഒരു അടിപൊളി സംഭവം തന്നെയാണ്. എല്ലാവരും അങ്ങനെ ഏറ്റെടുക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ ഇനി വിനിയുടെ സ്റ്റാറ്റും പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ പരാഗ്വയ്ക്കെതിരെ അടിച്ചിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്രസീലിയൻ കുപ്പായത്തിലെ 7ാമത്തെ ഗോളാണ്. 7ാമത്തെ ഗോൾ മാത്രം. 41 മത്സരങ്ങളിൽ 7 ഗോളുകൾ മാത്രമേ അദ്ദേഹം അടിച്ചിട്ടുള്ളൂ. നേരെ മറിച്ച് അദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് കാർലോ ആൻചെലോട്ടിയുടെ കീഴിൽ 198 മത്സരങ്ങൾ കളിച്ചിട്ട് 90 ഗോളുകളും 68 അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 158 ഗോൾ കോൺട്രിബ്യൂഷൻസ്. അത് ചെറിയൊരു നമ്പറേ അല്ല. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സിയുടെ വെയിറ്റ് വളരെ ഹെവിയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പലരും അവിടെ പിന്നെ ആ ഭാരം താങ്ങാനാവാതെ ഫെയിലാകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രസീലിൻ്റെ മഞ്ഞക്കുപ്പായത്തിനും വല്ലാത്ത ഭാരമാടോ. ആ പ്രഷർ എല്ലാവർക്കും അങ്ങനെ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇവിടെ കാർലോ ആൻചെലോട്ടിക്ക് ഈ വിനി ജൂനിയറിൻ്റെ ഫോർച്യൂണിൽ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ബ്രസീലിന് വലിയ തോതിൽ ഗുണം ചെയ്യും. എന്നാലും നെയ്മർ ജൂനിയറിനൊന്നും ഈ ഒരു സ്ക്വാഡിൽ ഇടം പിടിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റല്ല. റോഡ്രിഗോയും ഫിറ്റൊന്നും ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചില പ്ലേയേഴ്സിനെ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ കസമിയറൊക്കെ 2023 ശേഷം ആദ്യമായിട്ടാണ് ബ്രസീലിയൻ ടീമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. റിച്ചാർലിസിനെ കൊണ്ടുവന്നു. റിച്ചാർലിസിനൊക്കെ ചങ്ങായിക്ക് നേരത്തെ എവർട്ടണിൽ ഇരിക്കുമ്പോൾ അറിയാം. അപ്പോൾ അറിയുന്ന പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എസ്താവോ വില്ലിനെ പോലെയുള്ള ആ ഒരു യങ് ഫുട്ബോളറിനെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ചെൽസിയുടെ പ്ലെയറാണ്. ചെൽസിക്ക് വേണ്ടി ഇതുവരെ പന്ത് കിട്ടിയിട്ടില്ല. പന്ത് തട്ടുമായിരിക്കും ഉടനെ തന്നെ. ഒടുക്കത്തെ ടാലൻ്റാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന് ആ ഒരു സ്റ്റാർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇക്വഡോറിനെതിരെ. പിന്നെ എന്താണ്, ആന്ദ്രേ സാന്റോസ് അഗൈൻ ചെൽസിയുടെ പ്ലെയറാണ്. അനദർ ഹ്യൂജ് പ്രോസ്പെക്റ്റാണ്. സ്ട്രോസ്ബർഗിന് വേണ്ടിയിട്ട് മികച്ച രീതിയിലുള്ള പ്രകടനം ലീഗിൽ ഫ്രഞ്ച് ലീഗിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെൽസിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേയേഴ്സിനൊക്കെ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആന്ദ്രേ സാന്റോസിനെ കളിപ്പിച്ചില്ല, പക്ഷേ എന്താണ്, സ്ക്വാഡിൽ ഇടം പിടിക്കാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചിലപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്, നമുക്കറിയില്ല. അദ്ദേഹം അസസ് ചെയ്യാണല്ലോ, അദ്ദേഹത്തിന് നമ്മൾ സമയം കൊടുക്കണമല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഏർലി അസസ്മെൻറ്റ് മാത്രമേ ഇപ്പോൾ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ഒരു വലിയ തോതിലൊരു വിശകലനം നടത്താനുള്ള സമയമായിട്ടില്ല. 2 മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. പക്ഷെ പറഞ്ഞ പോലെ സമയം വളരെ കുറവാണ്. പിന്നെ ഇനി നമ്മൾ ബ്രസീലിയൻ മാനേജർമാരുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ 5 കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 5 കിരീടങ്ങളും അവർക്ക് നേടിക്കൊടുത്തുള്ളത് എല്ലാം ബ്രസീലിയൻ മാനേജർമാരാണ്. അത് എടുത്തു പറയേണ്ടതുള്ള സംഭവമാണ്. ആ ഒരു കാലഘട്ടത്തിൽ അവരുണ്ടാക്കിയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഫുട്ബോളിൽ ചെറുതൊന്നുമല്ല. അപ്പോൾ ആ ഒരു 4-2-4 ഫോർമേഷനൊക്കെ അവർ പണ്ട് പയറ്റിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ആ ഒരു 4-2-4 ഫോർമേഷൻ ഇപ്പോൾ കാർലോ ആൻചെലോട്ടിയും
ഈ പരാഗ്വയ്ക്കെതിരെ പയറ്റുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു റിഫൈൻഡ് വേർഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ അത് കാർലോ അൻചെലോട്ടിക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു ഫോർമേഷൻ തന്നെയാണ്. 4-2-2-2 എന്ന് പറയാം, അല്ലെങ്കിൽ 4-2-4 എന്നുള്ള രീതിയിലൊക്കെ പറയാൻ പറ്റും. 2 ഫോർവേഡുകളൊക്കെ വെച്ച് കളിപ്പിക്കുന്ന ആ ഒരു രീതി അതൊക്കെ അദ്ദേഹം പരാഗ്വയ്ക്കെതിരെ പയറ്റി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമോ അതോ ഒപ്പോണൻസുകളെ അനുസരിച്ചുകൊണ്ട് അത് മാറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടിരേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഈ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ 5 ടൈറ്റിലുകളും അവർക്ക് നേടിക്കൊടുത്തുള്ള മാനേജർമാർ ആരൊക്കെയാണ്? അത് പിന്നെ ഫിയോല, പിന്നെ മൊറേറോ, സഗാലോ ഇൻക്രെഡിബിൾ മാനേജറാണ് കാർലോസ് ആൽബർട്ടോ പെരേര, പിന്നെ ലൂയി ഫിലിപ്പ് സ്കൊലാരി 2002. ഇനിയൊരു ഇറ്റാലിയന് ഹെക്സ നേടിക്കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വഡോറിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് സംസാരിച്ചാൽ ഇക്വഡോർ എവേ ആയിരുന്നു. ഇക്വഡോർ എവേ എന്ന് പറഞ്ഞാൽ ഒരു ഇടങ്ങറ് പിടിച്ച സ്ഥലമാണ്. ഇക്വഡോർ നല്ലൊരു യൂണിറ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൈഡാണ്. പക്ഷേ അവർ ഡിഫെൻസീവ്ലി വളരെ സോളിഡ് ആയിട്ടുള്ള സൈഡാണെങ്കിലും അവർ ഗോളുകൾ അങ്ങനെ കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടുന്ന ഒരു സൈഡാണ്. അവരാകെ 13 ഗോളുകളെ സോഫാർ 16 യോഗ്യതാ മത്സരങ്ങൾ അടിച്ചിട്ടുള്ളൂ. അവർക്ക് ഗോളുകൾ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ മത്സരം 0-0 എന്നുള്ള സ്കോറിലാണ് അവസാനിച്ചത്. അതൊരു ബോറിംഗ് മത്സരമായിരുന്നു. ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സുകൾ പിറക്കാത്തൊരു മത്സരമായിരുന്നു. ഈവൻ ഹാർഡ് കോർ ബ്രസീലിയൻ ആരാധകർ പോലും അത് കണ്ടിട്ട് ഭയങ്കര പെയിൻഫുൾ വാച്ചായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ആകെ 3 അറ്റംപ്റ്റാണ് ബ്രസീൽ ആ മത്സരത്തിൽ നടത്തിയിട്ടുള്ളൂ. 3 അറ്റംപ്റ്റുകൾ, അതിൽ ഒരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് കളിക്കാൻ സാധിച്ചുള്ളൂ. ആ 3 അറ്റംപ്റ്റുകളിൽ 2 നടത്തിയിരുന്നത് കസമീറോ ആണ്. അതിലൊന്ന് ഒരു ഹെഡഡ് അറ്റംപ്റ്റ്, മറ്റൊന്നൊരു പിന്നെ നല്ലൊരു ഷോട്ട്, അത് ടാർഗറ്റിലേക്ക് അടിച്ചു, പക്ഷേ ഗോളായില്ല. പിന്നെ വിനി ജൂനിയറിൻ്റെ ഒരു അറ്റംപ്റ്റ്. ഈ 3 അറ്റംപ്റ്റ് അതിൽ തന്നെ ഫസ്റ്റ് ഹാഫിലാണ് 2 അറ്റംപ്റ്റുകൾ വന്നത്. സെക്കൻഡ് ഹാഫിൽ ഒരേ ഒരു അറ്റംപ്റ്റ്. പൊസഷൻ കൂടുതലും ഇക്വഡോറിനായിരുന്നു. അപ്പോൾ ഇക്വഡോറിൻ്റെ ഹോമിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് ബ്രസീലിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ബ്രസീലിൻ്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇക്വഡോറായിരുന്നു ആ മത്സരത്തിൽ ബെറ്ററായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കും ഈ ഗോൾ സ്കോറിംഗ് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. മോയിസസ് കായ്സഡോ ഒക്കെ ഒരു ഫാന്റാസ്റ്റിക് ഫുട്ബോളർ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓൾറെഡി ഒരു ചെൽസി പ്ലെയർ ആയതുകൊണ്ട് വീണ്ടും എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അതേപോലെ തന്നെ പാച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ് ലെവലിൽ PSG-ക്ക് വേണ്ടിയിട്ട് ട്രിബിളൊക്കെ നേടിക്കൊടുക്കുന്നത് വലിയ പങ്ക് വഹിച്ചുള്ളൊരു മനുഷ്യനാണ്. അവിടെ അവർ ക്വാഡ്രപ്പിൾ നേടിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ പറയാൻ ചില ആളുകൾ ശ്രമിക്കായിരിക്കും. ശരി, ക്വാഡ്രപ്പിൾ നേടിയതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു എക്സൈറ്റിംഗ് ടീമാണ് അവർക്ക്. പക്ഷേ ഈ ഗോളുകൾ കണ്ടെത്താൻ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രസീലിന് ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കാൻ സാധിച്ചു. ബ്രസീലിയൻ സൈഡിൽ അന്ന് സ്റ്റാർട്ട് ചെയ്തായിരിക്കും വെച്ചാൽ ഡിഫൻസിൽ അലക്സാൻഡ്രോ റിബേറോ എന്ന് പറയുന്ന പിന്നെ ചങ്ങായി ഫ്രഞ്ച് ലീഗിലാണ് ഫുട്ബോൾ കളിക്കുന്നത്, ലില്ലിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. ആൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരുടെ കൂടെ? മാർക്കിനോസിനൂടെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാർക്കിനോസിനൂടെ. റൈറ്റ് ബാക്കായിട്ട് വാൻഡേഴ്സൺ, ലെഫ്റ്റ് ബാക്കായിട്ട് അലക്സ് സാൻഡ്രോക്കെയാണ് ഇപ്പോഴും ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നത്. 34-കാരനാണ്. ഇപ്പോൾ ഫ്ലമിംഗോക്ക് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ചെൽസിയുമായിട്ട് എന്നും ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു യുവൻറ്റസിലൊക്കെ കളിക്കുന്ന സമയത്ത്. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ മിഡ്ഫീൽഡ് 3 ആണ് ചങ്ങായി ചൂസ് ചെയ്തത്. ഒരു 4-3-3 ഫോർമേഷനാണ് ചൂസ് ചെയ്തത്. മിഡ്ഫീൽഡ് 3 ബ്രൂണോ ജി, ന്യൂകാസിൻ്റെ പ്ലെയറാണ്, കാസമീറോ, പിന്നെ ഗേഴ്സൺ അഗെയിൻ യൂറോപ്പിലൊക്കെ കളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആൾ ബ്രസീലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ 3 മെൻ മിഡ്ഫീൽഡാണ് ചൂസ് ചെയ്തത്. ഫൈനൽ തേർഡിൽ ആരൊക്കെയാണ് കളിച്ചത്? അറ്റാക്കിംഗ് തേർഡിൽ എസ്തോ വില്യൻ റൈറ്റ് വിങ്ങിൽ, ലെഫ്റ്റ് വിങ്ങിലാണ് വിനി കളിച്ചിട്ടുണ്ടായിരുന്നത്. സ്ട്രൈക്കറായിട്ട് റിച്ചാർലിസൺ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ റിച്ചാർലിസൺ ആ രീതിയിലുള്ള ഒരു അവസരം കൊടുക്കുന്നു. പക്ഷേ ആൾക്ക് ആ അവസരം മുതലെടുക്കാൻ സാധിച്ചില്ല. വളരെ ഡിസപ്പോയിൻറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു. ഈവൻ എസ്തോ വില്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുക്കേണ്ടി വരും ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട്. ബ്രസീലിയൻ ലീഗ് നല്ല ടഫായിട്ടുള്ള ലീഗൊക്കെ തന്നെയാണ്. പക്ഷേ എന്താണ് പുതിയൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ ക്ലബ് ലെവലിൽ തന്നെ ചെൽസിയിലേക്കൊക്കെ വന്നിട്ട് പെട്ടെന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയകരമായിട്ടുള്ളൊരു സംഭവമാണ്. ആ ചെക്കനൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ സമയം കൊടുക്കേണ്ടി വരും. എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നാണ്. ആ ഒരു ഫസ്റ്റ് ഹാഫിലെ എസ്തോവിൻ്റെ ഒക്കെ പ്രകടനം എന്ന് പറഞ്ഞാൽ വളരെ ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ബോളൊക്കെ വിൻ ചെയ്തിട്ട് ബാക്കിൽ നിന്ന് ഇക്കടൊരു പിന്നെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പൊസിഷനൊക്കെ വിൻ ചെയ്തിട്ട് ഒരു ചാൻസൊക്കെ ബ്രസീലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ കാര്യമായിട്ട് ടേക്ക് ഓണുകൾ നടത്താനോ വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ ഒന്നും എസ്തോക്ക് ആ ഒരു വിങ്ങിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മിഡ്ഫീൽഡിലും കാര്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കൺട്രോൾ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രൂണോജി ആണെങ്കിലും, ബ്രൂണോജിയൊക്കെ ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്നതിൻ്റെ എന്താ പറയുക, ഒരു 3-1 പോലും ബ്രസീലിയൻ കുപ്പായത്തിൽ ഇതുവരെ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ഒരു റൈറ്റ് ബാലൻസ് ഇതുവരെ മിഡ്ഫീൽഡിൽ കണ്ടെത്താൻ ബ്രസീലിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ടുള്ളത്. ഞാൻ
കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെയൊക്കെ സമയത്ത് പറയുന്നൊരു കാര്യമാണ് ബ്രൂണോജി കസമീറോ മിഡ്ഫീൽഡ് ഒരു ഫാന്റാസ്റ്റിക് ഡബിൾ പിവോട്ട് ആകുന്നത്. പക്ഷേ അന്ന് ആ ഒരു സമയത്ത് കസമീറോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈമിലേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ ആരും കസമീറോ ബ്രൂണോജി ആ ഒരു കോമ്പിനേഷൻ മിഡ്ഫീൽഡിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കസമീറോ മോശമില്ലാത്ത രീതിയിലാണ് ഈ സെക്കൻഡ് ഹാഫ് ഓഫ് സീസൺ മാഞ്ചസ്റ്ററിന് വേണ്ടി കളിച്ചത്. പക്ഷേ കസമീറോ ആ പഴയ കസമീറോ അല്ല എന്നുള്ളത് നമുക്ക് കളി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഒരു ഫൈറ്ററാണ്, നമുക്കറിയുന്നൊരു സംഭവമാണ്. പക്ഷേ ഇത്തിരി ലേറ്റായിപ്പോയി ഈ ഒരു കോമ്പിനേഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ കാർലോ അഞ്ചലോട്ടി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് വേണ്ടത് ആ മിഡ്ഫീൽഡ് ഒരു കൺട്രോളാണ്. ആ ഒരു കൺട്രോളിൻ്റെ ലാക്കിംഗ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഇക്വഡോറിനെതിരെയുള്ള മത്സരത്തിലും കണ്ടു, അതേപോലെ തന്നെ പരാഗ്വയ്ക്കെതിരെയുള്ള മത്സരത്തിലും കണ്ടു. ഞാൻ പരാഗ്വയുടെ ആ ഒരു മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എന്തായാലും ആ മത്സരം 0-0 എന്നുള്ള ആ ഒരു ബോറിങ് സ്കോർ ലൈനിൽ അവസാനിക്കുന്ന ഒരു ബോറിങ് മത്സരമായിരുന്നു. പക്ഷേ അതിൽ പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന സംഭവം എന്താണ്? ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കാൻ ബ്രസീലിന് സാധിച്ചു. വലിയ തോതിൽ ആലിസനൊന്നും ടെസ്റ്റ് ചെയ്യപ്പെട്ടില്ല. പക്ഷേ സെറ്റ് പീസുകൾ ഒരു പ്രശ്നമായിരുന്നു ആ മത്സരത്തിലും. സെറ്റ് പീസുകൾ എന്നുള്ളൊരു വൾണറബിലിറ്റി, ഡിഫെൻഡ് ചെയ്യുമുള്ള ഒരു വൾണറബിലിറ്റി ആ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ഫുൾ ബാക്ക് ഏരിയയിൽ നിന്ന് കാര്യമായിട്ടൊന്നും ബ്രസീലിന് ഇക്വഡോറിനെതിരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 34-കാരനായിട്ടുള്ള അലക്സ് സാൻഡ്രോയും പിന്നെ റിലേറ്റീവ്ലി യങ്ങറായിട്ടുള്ള വാൻഡേഴ്സണാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാൻഡേഴ്സണിൽ ഒരുപാട് ഹോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ തോതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഫസ്റ്റ് മത്സരത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പരാഗ്വയ്ക്കെതിരെയുള്ള മത്സരം, അത് ഹോമിലാണ്. അപ്പോൾ ഈ പരാഗ്വെ നല്ല ഒരു ഫോമിലുള്ളൊരു സൈഡാണ്. മാത്രമല്ല പരാഗ്വെ ഓൾറെഡി ഈ ഒരു ക്വാളിഫിക്കേഷൻ ക്യാമ്പിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, അർജൻറ്റീനയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ഉറുഗ്വയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പരാജയങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ വിജയങ്ങളൊക്കെ അവർ നേടിയിട്ടുള്ളത് അവരുടെ ഹോമിലാണ്. പരാഗ്വയുടെ മണ്ണിൽ കളിക്കുമാണ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പരാഗ്വയുടെ എവേ ഫോം അത്ര മികച്ചൊന്നുമല്ല. പക്ഷേ എന്താണ്, അവരിപ്പോൾ നല്ല രീതിയിൽ കോച്ച് ചെയ്യപ്പെട്ടുള്ള ഒരു സൈഡാണ്. എന്നാൽ പോലും ബ്രസീലിൻ്റെ ഹോമിൽ പരാഗ്വയ്ക്കെതിരെ വിജയിക്കുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ്. ഏത് സിനാരിയോ ആണെങ്കിൽ പോലും പരാഗ്വയ്ക്കെതിരെ ഒരു വിജയം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. 1-0 എന്നുള്ള സ്കോർ ലൈനാണ് വിജയിച്ചിട്ടുള്ളത്. വിനി ജൂനിയറാണ് ഗോൾ അടിച്ചിട്ടുള്ളത്. ആ മത്സരത്തെ ടോക്കിംഗ് നോക്കി കഴിഞ്ഞാൽ ബെറ്റർ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. ഹോം ക്രൗഡിന് മുമ്പിൽ കുറച്ചുകൂടി ബെറ്റർ എനർജി നമുക്ക് ബ്രസീലിയൻ സൈഡിൽ കണ്ടു. ഇക്വഡോറിനെതിരെ വളരെ സ്ലോ ആയിരുന്നു. അവരെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്ലോ ആയിരുന്നു. മൊത്തത്തിൽ എനർജി ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ്. ഇൻറ്റൻസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു എനർജി സ്വാഭാവികമായിട്ടും സൗത്ത് അമേരിക്കൻ സൈഡിലുള്ളൊരു സംഭവമാണ്. അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സംഭവമാണ്. അവരുടെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സംഭവമാണ്. പക്ഷേ ആ ഒരു ഇൻറ്റൻസിറ്റി നമ്മൾ ബാക്കിയുള്ള ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ബ്രസീലിൽ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഇൻറ്റൻസിറ്റി കാണുന്നില്ല. അത് ഒബ്വിയസ്ലി പിന്നെ ബ്രസീൽ കലാകാലങ്ങളായിട്ട് ഫ്ലെയർ ഫുട്ബോളിൻ്റെ ഉസ്താദുമാരാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ജോഗോ ബൊനിറ്റോയുടെ ആളുകളാണ്. പക്ഷേ ആ ജോഗോ ബൊനിറ്റോയും നമുക്ക് കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇൻറ്റൻസിറ്റിയുടെയും അളവ് കുറവാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിട്ട്. യൂഷ്വലി സൗത്ത് അമേരിക്കയുടെ ഫുട്ബോൾ എന്താണെന്നുള്ളത് യുദ്ധമാണ്, യുദ്ധം. അപ്പോൾ ആ ഒരു പാഷനും ആ ഒരു സാധനവും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തുനിന്ന് ചില ആളുകൾ നോക്കുമ്പോൾ പറയും ഇതെന്താണിത്, ഫൗള് മാത്രമേ ഉള്ളൂ, മാത്രമല്ല എന്താണ് അടിയും കുത്തും ബഹളവും, പിന്നെ ഓരോ 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോഴും സ്റ്റോപ്പുകൾ, ആ രീതിയിലാണ്. പക്ഷേ അതോടൊപ്പം ഉള്ള അവരുടെ ആ ഒരു പാഷനും അവർ കാണിക്കുന്ന ആ ഒരു അഗ്രഷനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ എബിലിറ്റിയും പല ടീമുകളും കാഴ്ചവെക്കാറുണ്ട്. പക്ഷേ കൂടുതലും ഇടിയന്മാർ തന്നെയാണ്. അപ്പോൾ ആ ഇടിക്കും കുത്തിനും ഇടയിലൊക്കെ ഫ്ലെയർ ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ആ രീതിയിൽ എന്താണ് ബ്യൂട്ടിഫുൾ ഫുട്ബോളൊക്കെ കാഴ്ചവെച്ചുള്ള ടീമുകളിലൊന്നാണ് ബ്രസീൽ നാഷണൽ ടീമുകളെ കാര്യമൊക്കെ ഇടതായിട്ടുണ്ട്. ഈ ഇടിക്കും കുത്തിനും ഇടയിൽ കൂടെയും ബോളൊക്കെ ഇങ്ങനെ എടുത്ത് പാഞ്ഞു പോകുന്ന നെയ്മറിനെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ തവണ കണ്ടിട്ടുണ്ട് അല്ലേ? അദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്താൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം അവരെയൊക്കെ മറികടന്ന് പോകുന്ന സിനാരികളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നെയ്മറാണെങ്കിലും മെസ്സിയൊക്കെ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നിട്ടാണ് മാജിക്ക് പലപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ചെറിയ കാര്യം അല്ല. ടഫ് ഫുട്ബോൾ അല്ലെങ്കിൽ ആ രീതിയിൽ ടഫ് കോമ്പറ്റീഷൻ ആ ഒരു മേഖലയിൽ നേരിട്ടുള്ള ടീമാണ് ബ്രസീൽ. ആ രീതിയിൽ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളൊരു ടീമാണ് ബ്രസീൽ. അങ്ങനെ തന്നെയാണ് വേണമെങ്കിൽ നമുക്ക് അർജൻറ്റീനയും പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഒരു കോപ്പ അമേരിക്കയും കോർമ പോലുള്ള ഫുട്ബോളിനെയൊക്കെ കുറച്ച് കാണാനൊക്കെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അവരോടൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഫുട്ബോൾ പല രീതിയിൽ കളിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അതിൽ എന്താണ്, ഇവിടെയുള്ള ക്യാമറ ആംഗിളുകൾ അത്ര മികച്ചതായിരിക്കില്ല. ഗ്രൗണ്ടിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ യൂറോപ്പിനോളം പോകുന്നതായിരിക്കില്ല. അതിന് പൈസയുടെയൊക്കെ വലിയ തോതിലുള്ള വ്യത്യാസവും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഹാർട്ട്, അവരുടെ പാഷൻ, അവരുടെ ആ ഒരു ഇൻറ്റൻസിറ്റി, അഗ്രഷൻ, അതൊക്കെ
കിട്ടുന്ന സംഭവം തന്നെയാണ്. മാച്ച് ചെയ്ത് അത്ര എളുപ്പമുള്ളൊരു സംഭവം ഒന്നല്ല. ഈവൻ ടെക്നിക്കൽ എബിലിറ്റിയും ഇല്ലാന്നൊന്നും പറയണ്ട, ടെക്നിക്കൽ എബിലിറ്റിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ ബാക്ക് ടു ബ്രസീൽ. അപ്പോൾ പരാഗ്വയ്ക്കെതിരെ നമ്മൾ കണ്ടത് ഒരു എനർജിയോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബ്രസീലിയൻ സൈഡാണ്. മാത്രമല്ല ഫോർമേഷനിൽ ചേഞ്ച് കാർലോ അൻചെലോട്ടി വരുത്തിയിട്ടുണ്ടായിരുന്നു. 4-2-4 അല്ലെങ്കിൽ 4-2-2-2 എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷനിലാണ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വിനി ജൂനിയറും മാറ്റിയാസ് കൂനിയും സ്റ്റാർട്ട് ചെയ്യുന്നു. മാറ്റിയാസ് കൂനിയൊക്കെ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കഡോറിനെതിരെ. പക്ഷേ ആ മത്സരത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഈ മത്സരത്തിൽ മാർട്ടിനെലി ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ റഫീനിയ സ്റ്റാർട്ട് ചെയ്യുന്നു, സെൻട്രലിലൂടെ വിനി ജൂനിയറും മാറ്റിയാസ് കൂനിയും കളിക്കുന്നു, മിഡ്ഫീൽഡ് ഡബിൾ പിവോട്ടിൽ കസമീറോയും ബ്രൂണോ ജിയും കളിക്കുന്നു, ഡിഫൻസ് സെയിം ഡിഫൻസിന് ആലിസൺ കീപ്പറായിട്ട്. അപ്പോൾ ആ ഫോർമേഷൻ തുടക്കം മുതൽ തന്നെ വർക്ക് ആകുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ബ്രസീൽ കുറച്ചുകൂടി ബെറ്റർ എനർജിയോട് കൂടിയിട്ട് കളിക്കുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് ചാൻസുകളും ഫസ്റ്റ് ഹാഫിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 1-2 മൊമെൻറ്റ്സുകളെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് മത്സരത്തിൻ്റെ റിവ്യൂലേക്കല്ലല്ലോ നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഈ ബ്രൂണോജിയുടെ ശരിക്കുള്ള ഇൻവോൾവ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കൊടുക്കാൻ പറ്റുന്ന, ത്രൂ ബോളുകൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലൊരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ന്യൂകാസിൽ യുണൈറ്റഡിലെ ചില മത്സരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഗൈലുള്ളൊരു പ്ലെയറാണ്, ഓൺ ദ ബോൾ കിഡിലിന് എബിലിറ്റി ഉള്ള പ്ലെയറാണ്, ഒപ്പം അഗ്രഷനൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു ചങ്ങായി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു നല്ലൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൽ അദ്ദേഹം ഇൻവോൾവ് ആയിരുന്നു. റൈറ്റ് സൈഡിലൂടെ വിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് റൺ ചെയ്തിട്ടുണ്ടായിരുന്ന വാൻഡേഴ്സിന് അദ്ദേഹം പിക്ക് ചെയ്തിട്ടുള്ള ബോൾ വാസ് ബ്യൂട്ടിഫുൾ. അതിനുശേഷം വാൻഡേഴ്സിന് ആ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു. ബ്യൂട്ടിഫുൾ ക്രോസ് ആയിരുന്നു, ലോ ക്രോസ് ആയിരുന്നു. അതിലേക്ക് വിനി ജൂനിയർ സെൻറ്റർ ഫോർവേഡിനെ പോലെ നല്ല മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ആൾ കാർലോ അൻചെലോട്ടിയുടെ കീഴിൽ തന്നെ റയൽ മാഡ്രിഡ് കുപ്പായത്തിലും ഈ ഒരു റോൾ കൈകാര്യം ചെയ്യുന്ന നമ്മൾ കണ്ടുള്ളതാണ്. ആ സെൻട്രലിലൂടെ കളിക്കുന്ന നമ്മൾ കണ്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഒക്കെ നടത്തി അദ്ദേഹം സ്ട്രെച്ച് ചെയ്തിട്ട് അതിലേക്ക് മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊരു നല്ലൊരു ഓപ്പൺ ചാൻസ് ആയിരുന്നു. അദ്ദേഹത്തിന് കാര്യമായിട്ടൊരു കോൺടാക്റ്റ് അവിടെ നടത്താൻ സാധിച്ചില്ല. ആ ഒരു ചാൻസ് അവിടെ മിസ്സായിപ്പോയി. അതേപോലെ തന്നെ മാറ്റിയാസ് കൂന്യ ആ ഒരു മിഡ്ഫീൽഡൊക്കെ ഇറങ്ങി വന്നിട്ട് അതിൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ ആ ഒരു ഇൻറ്റൻസിറ്റി കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഓപ്പൺ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്രസീൽ ലീഡ് എടുക്കുന്നതിന് മുമ്പാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാർട്ടിനെലി ശരിക്കും അവിടെ ഒരു ആദ്യത്തെ 10 മിനിറ്റിലൊന്ന് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. പിന്നെ ആൾ അങ്ങോട്ട് ക്ലിക്കായി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫയർ കാണിച്ചു തുടങ്ങി. അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ ടേക്ക് ഓണുകൾ നടത്തി ആ ഒരു ബൈലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം കട്ട് ബാക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ആ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഈ പരാഗ്വൻ ഡിഫൻസ് ഇടങ്ങറാകുന്ന ഒരു സിനാരി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോസ്, മാറ്റിയാസ് കൂന്യയുടെ ഹെഡർ, അത് മിസ് ചെയ്യലാണ് ഏറ്റവും പാട്. ആ ഹെഡർ കാരണം അത് ഗോൾ അടിക്കലാണ് എളുപ്പമായിട്ടുള്ളൊരു സംഭവം. അവിടെ മാറ്റിയാസ് കൂന്യ ആ ഒരു സിക്തർ, ആ ഹെഡർ മിസ് ചെയ്യുന്നു. അത് പലരും അത് ട്രോളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മാറ്റിയാസ് കൂന്യ ആയിരുന്നു ബ്രസീലിൻ്റെ അറ്റാക്കിലെ പിന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിട്ടുള്ളൊരു പ്ലെയർ. മാർട്ടിനെലി നല്ല രീതിയിൽ കളിച്ചു, വിനി ഗോൾ അടിച്ചു. മാറ്റിയാസ് കൂന്യ ആയിരുന്നു അവരുടെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ. ആ ഒരു റഫീനെയും ട്രൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഗോൾ വരുന്നത്? ആ ഗോൾ വരുന്നതിൽ അഗെയിൻ പിന്നെ ബാക്കിൽ നിന്നാണ് ബ്രസീൽ ബിൽഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് പാസുകൾ കൊണ്ട് തന്നെ അവർ റൈറ്റ് സൈഡിലുള്ള റഫീനയിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കുന്നു. പരാഗ്വയുടെ പ്രസ്സൊന്നും അത്ര മികച്ചതായിരുന്നില്ല തുടക്കത്തിൽ. സെക്കൻഡ് ഹാഫിൽ അത് ഇമ്പ്രൂവ് ആയിട്ടാണ്. അങ്ങനെ റഫീനയിലേക്ക് ബോൾ എത്തുമ്പോൾ റഫീനയുടെ അടുത്തേക്ക് 3 പരാഗ്വൻ പ്ലേയേഴ്സ് വരുന്നു. റഫീനയുടെ അടുത്ത് ബോൾ നിക്ക് ചെയ്യുന്നു. പക്ഷേ ബോൾ നിക്ക് ചെയ്തുള്ള സാഹചര്യത്തിൽ പിന്നെ ഒരു ബാക്ക് പാസ് കൊടുക്കാനുള്ള ശ്രമം നടത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ ലൂസ് ബോളിലേക്ക് പൗൺസ് ചെയ്ത് വരുന്നത് മാറ്റിയാസ് കൂന്യാണ്. അദ്ദേഹത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി സ്മെൽ ചെയ്യാനുള്ള ആ ഒരു കഴിവും അതിലേക്കുള്ള ആ ഒരു എഫേർട്ട് ഇട്ടതും അവിടെ ക്രെഡിറ്റ് അർഹിക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. എന്നതിന് ശേഷം അദ്ദേഹം പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുന്നു. അതായത് വാൻഡേഴ്സൺ നേരത്തെ കൊടുത്ത രീതിയിൽ തന്നെയുള്ള ഒരു ക്രോസ് കൊടുക്കുന്നു. ഇത്തവണ പക്ഷേ വിനി ഫാന്റാസ്റ്റിക്കായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെയാണ് ബ്രസീൽ മത്സരത്തിൽ ലീഡ് എടുക്കുന്നത്. 1-0 ലീഡ്. കാർലോ അൻചെലോട്ടിയുടെ ബ്രസീലിയൻ ടെനറിലെ ആദ്യത്തെ ഗോൾ അങ്ങനെ പിറക്കുകയാണ്. അത് അടിച്ചിട്ടുള്ളത് വിനി ജൂനിയർ തന്നെയാണ്. അതൊരു സുന്ദരമായിട്ടുള്ള സംഭവമാണ്. കാർലോ അൻചെലോട്ടി വിനി ജൂനിയർ പാർട്ട്ണർഷിപ്പ് വീണ്ടും വർക്കാകുന്ന നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. മാറ്റിയാസ് കൂന്യയുടെ ഹെവി ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അങ്ങനെ ആ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. ഈ പരാഗ്വൻ സൈഡിൽ നമ്മുടെ എൻസീസോ ഒക്കെ ഉണ്ട് കേട്ടോ. എൻസീസോ ഉണ്ട്, അതേപോലെ തന്നെ ആൽമിറോൺ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ആൽദരത്തെ ഗെത്താഫയുടെ പ്ലെയറൊക്കെ കളിക്കുന്നുള്ള കാര്യം ഓർക്കണം. അവരൊക്കെ യൂറോപ്പിൽ കളിക്കുന്നവരാണ്. സെക്കൻഡ് ഹാഫിൽ പക്ഷേ കാര്യങ്ങൾ മാറി. പരാഗ്വ കുറേ കൂടി ബെറ്ററായിട്ട് പ്രസ് ചെയ്ത് തുടങ്ങി. അവർ പ്രഷർ ഇട്ട് തുടങ്ങി. ആ പ്രഷറിൽ ബ്രസീൽ ക്രംബിൾ ചെയ്ത് തുടങ്ങി. ബ്രസീലിൻ്റെ ബിൽഡപ്പ് പ്ലേയിലൊക്കെ പ്രശ്നം സംഭവിക്കുന്നു. ഈവൻ സാൻഡ്രോയുടെ അടുത്തുനിന്ന് ബോളൊക്കെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള സാൻഡ്രോയുടെ അടുത്ത് ബോളൊക്കെ വിൻ ചെയ്തിട്ട് ഒരു ഡേഞ്ചറസ് അറ്റാക്ക് പരാഗ്വ നടത്തിയിട്ടുണ്ടായിരുന്നു. സെനാബ്രിയയുടെ അറ്റംപ്റ്റ് പിന്നെ നേരെ ആലിസിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു വോളി അറ്റംപ്റ്റ് ഒക്കെ ചങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നു. നേരെ ആലിസിൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആ പിന്നെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ബ്രസീൽ ബുദ്ധിമുട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ കൺട്രോൾ ഇല്ലായ്മ. അതായത് ഈ പിന്നെ പരാഗ്വൻ പ്ലെയേഴ്സ് പ്രഷർ ഇടുന്ന സാഹചര്യത്തിൽ കുറച്ച് ചിലപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും മൊത്തത്തിൽ.
മൊത്തത്തിൽ സ്ലോ ആയിരുന്നു കേട്ടോ ബ്രസീൽ. അതായത് നമ്മൾ കൺട്രോളിൽ ഇരിക്കുകയാണ് എന്നുള്ള രീതിയിലായിരിക്കണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ ആ മിഡ്ഫീൽഡിൽ ആ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നില്ല ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് എന്താണ്, കാർലോ അൻചെലോട്ടി ആ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള തീരുമാനം തന്നെ എടുക്കുന്നു. പിന്നെ മാറ്റിയാസ് കൂനിനെ പിൻവലിച്ചിട്ട് ഗേഴ്സിനെ കൊണ്ടുവരുന്നു, 3 men മിഡ്ഫീൽഡിലേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ ബെറാൾഡോനെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. വിനീനെ മാറ്റിയിട്ട് റിച്ചാർഡ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു എക്സ്ട്രാ എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനിടയിൽ ബ്രസീലിന് 1-2 ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കോർണറിൽ നിന്നുള്ള സാൻഡ്രോയുടെ ഒരു ഹെഡർ അറ്റംപ്റ്റ്, അതേപോലെ തന്നെ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ റഫീനയുടെ ഇൻവോൾവ്മെൻ്റ് ആണ്. റഫീന ഈ ചാനലിലൂടെ റൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ചങ്ങയാണ്. അപ്പോൾ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു ഹോപ്പ്ഫുൾ ബോൾ കസമിറോ കൊടുത്തതാണ് ആ ഒരു റൈറ്റ് സൈഡിലേക്ക്. അതിലേക്ക് റഫീന ഓടിയെത്തുന്നു. റഫീനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അറ്റംപ്റ്റ് നടത്തി, പക്ഷേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷോട്ടായിരുന്നു. അത് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ്. പക്ഷേ കീപ്പർ സ്റ്റിൽ അത് ഫംബിൾ ചെയ്തു. അവിടെ റീബൗണ്ട് അടിക്കാനായിട്ട് മാർട്ടിനെല്ലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് കറക്റ്റ് ടൈമിൽ അത് പിന്നെ ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചില്ല. അത് പരാഗ്വേ ഹാൻഡിൽ ചെയ്യുന്നു ആ സിറ്റുവേഷൻ. അതേപോലെ തന്നെ റഫീനയുടെ മറ്റൊരു സംഭവം, അഗെയിൻ ആ റൈറ്റ് ചാനലിലൂടെ അദ്ദേഹം റൺ ചെയ്യുന്നതിന് ശേഷം അദ്ദേഹം പിന്നെ ഈ ബ്രൂണോജിയുടെ ലേറ്റ് അറൈവൽ, മിഡ്ഫീൽഡിൽ നിന്ന് ലേറ്റ് അറൈവലിനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു. ബ്രൂണോജിയുടെ നല്ലൊരു അറ്റംപ്റ്റ് നമ്മൾ കാണുന്നു. അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം ആ ഒരു ഡിഫൻഡറിനെ മറികടന്നിട്ട് ആ ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കീപ്പർ സേവ് ചെയ്തു. ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. നേരെ മറിച്ച് അപ്പുറത്ത് പരാഗ്വേ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു, അവർ പിന്നെ ഗോൾസ് കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള സൈഡാണ്. ഇക്വഡോറിൻ്റെ കാര്യം പറഞ്ഞില്ല, അതേപോലെ തന്നെയാണ് ഇവരും 13 ഗോളുകൾ മാത്രമേ സോഫാർ ഈ ഒരു ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ അടിച്ചിട്ടുള്ളൂ 16 മത്സരങ്ങളിൽ നിന്ന്. അതായത് പിന്നെ ഒരു ഗോൾ ഗെയിം റേഷ്യോ പോലും ഇല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. ആ രീതിയിലാണ് അവർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ സ്ട്രഗിൾ ചെയ്യുന്ന സൈഡ്. അപ്പോൾ അവരും സെറ്റ് പീസുകളിൽ നിന്ന് ബ്രസീലിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഈവൻ ലോങ് ത്രോയിനൊക്കെ വരുമ്പോൾ അതൊക്കെ അവർക്ക് പ്രശ്നം സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ലോങ് ത്രോയിന് കാര്യമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാണ്ട് ആ ഒരു ബോക്സിൽ നിന്ന് തന്നെ ഒരു ഫ്രീ ഹെഡറൊക്കെ പരാഗ്വയുടെ താരം അടിക്കുന്നത് നമ്മൾ കണ്ടു. അത് ബാറിന് മുകളിലൂടെ പോയി. പക്ഷേ അത് അഗെയിൻ വൾണറബിലിറ്റിയാണ്. സെറ്റ് പീസുകൾ ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ വൾണറബിലിറ്റി നമ്മളവിടെ കാണുകയാണ്. മാർക്കിന്യോസ് ഒരു ഇൻക്രെഡിബിൾ സീസണാണ് PSG കൊണ്ടിട്ട് ചങ്ങായി ഉണ്ടായിട്ടുള്ളത്. കപ്പിത്താൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അവിടെ ആ ട്രിബിൾ നേട്ടം കൈവരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗെയിം ഇനിയും റേസ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്, 2 ക്ലീൻ ഷീറ്റുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിഫൻസിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. എന്നാൽ പോലും ഗെയിം റേസ് ചെയ്യുമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ആ ഒരു സെറ്റ് പീസുകളിൽ നിന്നുള്ള ഡിഫെൻഡിങ്ങിൻ്റെ ഒരു വൾണറബിലിറ്റി കാണുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, ഒരു റൈറ്റ് സൈഡിൽ നിന്നുള്ള ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്നു. അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പരാഗ്വൻ താരം പിക്ക് ചെയ്തിട്ട് വീണ്ടും ബോക്സിലേക്ക് ഇട്ടപ്പോൾ പരാഗ്വൻ താരമാണ് ആദ്യം ഹെഡർ വിൻ ചെയ്യുന്നത്. എന്നിട്ട് ബോക്സിൽ ഒരു വോളി അറ്റംപ്റ്റ് പരാഗ്വൻ പ്ലെയർ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അവിടെ ബോക്സിൽ. ആ രീതിയിലുള്ള സിനാരിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, സെറ്റ് പീസുകളിൽ പണി എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ രീതിയിൽ ഈ നോക്കൗട്ട് മത്സരങ്ങളിൽ സെറ്റ് പീസൊക്കെ ഒരെണ്ണം മതി പണി മേടിച്ച് കിട്ടാനായിട്ട്. ചാൻസുകൾ കൺസീഡ് ചെയ്യാത്ത സൈഡുകളൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ, അത് വേറെ കാര്യം. എല്ലാ മത്സരങ്ങളിലും എല്ലാ സൈഡുകളും ചാൻസുകളൊക്കെ കൺസീഡ് ചെയ്യും, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ എന്താണ് ഒരു അനാലിസിസ് പോലെ നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. കാരണം ഇതിലൊക്കെ ബ്രസീലിന് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല ആ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല. കാർലോ അൻചെലോട്ടി മത്സരത്തിന് ശേഷം പറഞ്ഞാൽ നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്തു, പക്ഷേ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്തു. അത് നല്ലൊരു കാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, ഗോളൊന്നും കൺസീഡ് ചെയ്തിട്ടില്ല. 2 മത്സരങ്ങൾ ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കാൻ സാധിച്ചു. അതിൽ ഡിഫൻസിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആലിസൺ വലിയ തോതിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ എന്താണ്, ഈ 2 സൈഡുകളും ഇക്വഡോർ ആണെങ്കിലും പരാഗ്വേ ആണെങ്കിലും ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള സൈഡുകളാണ്. പറഞ്ഞല്ലോ, 13 ഗോളുകൾ മാത്രമേ ഈ 2 സൈഡുകൾ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ബെറ്റർ അറ്റാക്കിംഗ് യൂണിറ്റിനെതിരെ എങ്ങനെയായിരിക്കും ഈ ടീം പെർഫോം ചെയ്യുക? കാരണം വെച്ചാൽ ഈവൻ മിഡ്ഫീൽഡിൽ ലാക്ക് ഓഫ് ലെഗ്സും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് ഓടിയെത്താത്ത സിനാരികളുണ്ടായിരുന്നു. പക്ഷേ പരാഗ്വേക്ക് വലിയ തോതിൽ പിന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതാണ് അവിടെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇക്വഡോറുമായിട്ടുള്ള മത്സരത്തിൽ നിന്ന് താരതമ്യം ചെയ്യുമ്പോൾ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതലായാലേ അവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ പടിപടിയായിട്ട് അവർ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർലോ അൻചെലോട്ടി വന്നിട്ട് 2 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. ഇനിയും പ്ലെയേഴ്സ് അങ്ങോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട്. നെയ്മർ ജൂനിയറിന് ഇൻവോൾവ്മെൻറ്റ് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ള സംഭവം, ഇവിടെയുള്ള അവരുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ചില അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ ഒക്കെ സ്റ്റാറ്റ്സ് നമ്മൾ നോക്കിപ്പോകാം. വിനി ജൂനിയർ 41 ബ്രസീലിയൻ മത്സരങ്ങളിൽ 7 ഗോളുകൾ അടിച്ചിട്ടുള്ളൂ. റോഡ്രിഗ 33 മത്സരങ്ങളിൽ 7 ഗോളുകൾ. റഫീന്യ 34 മത്സരങ്ങളിൽ 11 ഗോളുകൾ. റിച്ചാർലിസൺ 50 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 20 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. മാർട്ടിനെല്ലി 18 മത്സരങ്ങളിൽ 2 ഗോളുകൾ. മാറ്റിയാസ് കുഞ്ഞ സബ് അപ്പിയറൻസിലാണ് കൂടുതൽ നടത്തിയിട്ടുള്ളത്, 15 മത്സരങ്ങളിൽ നിന്ന് 1 ഗോള്. പക്ഷേ കുഞ്ഞ ഒരു ലൈവ് വയറാണ്. കുഞ്ഞ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ എന്താണ് ബ്രസീലിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തിളങ്ങാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ഇനി മിഡ്ഫീൽഡിലേക്ക് ആൻഡ്രെ സാന്റോസിനെ പോലെയുള്ള പ്ലേയേഴ്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടോ? ഒരു പുതിയ തോട്ട് പ്രോസസ്സ്
ആ രീതിയിൽ ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ടോ? പക്ഷേ നമുക്കറിയാം കാർലോ അൻചെലോട്ടി വലിയ തോതിൽ യങ്സ്റ്റേഴ്സിനെ അങ്ങോട്ട് പ്രിഫർ ചെയ്യുന്ന തരത്തിലുള്ള ഒരാളല്ല എന്നുള്ളത്. അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ റയൽ മാഡ്രിഡ് ട്രെയിനർ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. ആൻഡ്രെ സാന്റോസ് സ്ട്രോസ്ബർഗിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. പക്ഷേ അഗൈൻ ഈ ബ്രസീലിയൻ കുപ്പായത്തിൻ്റെ വെയിറ്റ് ഭീകരമായിരിക്കും. പക്ഷേ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് മിനിറ്റ്സൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒടുക്കത്തെ എബിലിറ്റിയുള്ള പ്ലെയറാണ്. പിന്നെ അഗൈൻ ഈ ഒരു 4-2-2-2 ഫോർമേഷനിലൊക്കെ കളിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടായിരിക്കില്ല. 4 അറ്റാക്കേഴ്സിനെയാണ് കളിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ചിലപ്പോഴൊക്കെ ഒരു നമ്പർ 10 ഏത് രീതിയിലാണോ ക്രിയേറ്റ് ചെയ്യുക ആ രീതിയിലുള്ളൊരു ക്രിയേറ്ററിൻ്റെ അഭാവം നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കും. പക്ഷേ ഈ 4 അറ്റാക്കർമാർ ഒരുമിച്ച് സിംഗിൾ കളിച്ചു കഴിഞ്ഞാൽ അവരുടെ റൊട്ടേഷനൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ തന്നെ വിനി ജൂനിയർ ലെഫ്റ്റ് വിങ്ങിലേക്ക് പോകുന്ന സിനാരികളുണ്ടായിരുന്നു, മാർട്ടിനെലി ആ ഒരു ബോക്സിലേക്ക് വരുന്ന സിനാരികളുണ്ടായിരുന്നു, മാറ്റിയസ് കുഞ്ഞ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന അവസരങ്ങളുണ്ടായിരുന്നു, റഫീന റൈറ്റ് സൈഡിലേക്ക് പോകുന്ന അവസരങ്ങളുണ്ടായിരുന്നു. ആ രീതിയിൽ റൊട്ടേഷൻ ഉണ്ട്. ഈ റൊട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് ടീമുകൾ തമ്മിലും ഡിഫെൻഡ് ചെയ്യാൻ. അത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാണ്. പക്ഷേ ഇവർക്ക് കൃത്യമായിട്ടുള്ള ബോളുകൾ ഫീഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെയാണ് ബ്രൂണോജിയുടെയൊക്കെ ഇമ്പാക്റ്റ് വളരെ വലുതായിട്ട് വരുന്നത്. ബ്രൂണോജിക്ക് കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായി മെഷർ ചെയ്തിട്ടുള്ള പാസുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ മത്സരത്തിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ നമ്മളത് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ത്രൂ ബോളുകളുടെ അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ കുറച്ചൊരു എനർജിയും കാര്യങ്ങളുണ്ട്. കസമിറോ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. 2 മത്സരങ്ങളും ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ മിഡ്ഫീൽഡ് വളരെ കീ ആണ്. എല്ലാ ടോപ്പ് ടീമുകളെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ മിഡ്ഫീൽഡിൽ ഒരു കൺട്രോളർ ഉണ്ടായിരിക്കും. ആ കൺട്രോളർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്ലേയേഴ്സിൻ്റെയൊക്കെ സ്റ്റാറ്റ്സ് പറഞ്ഞു. അപ്പം നെയ്മറിൻ്റെ പേര് പറഞ്ഞു. നെയ്മർ പഴയ നെയ്മറല്ല എന്ന് നമുക്ക് എല്ലാവരും പറയുന്നതാണ്. നെയ്മറുടെ ബോഡി പഴയ പോലെയല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴും ഫിറ്റായിട്ട് ഇരിക്കുന്നില്ല. അതൊക്കെ പ്രശ്നം എന്നുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പ്രശ്നമുള്ള സംഭവം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ആ സ്ക്വാഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിലൊരു മൊറാൽ ബൂസ്റ്റ് ഉണ്ടായിരിക്കും. മാത്രമല്ല അദ്ദേഹത്തിന് ഫിറ്റായിട്ട് വരാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ റെഫറൻസ് പോയിൻ്റ് അദ്ദേഹമായിരിക്കും. പ്രഷർ അദ്ദേഹത്തിന് തലയിലായിരിക്കും. ബാക്കിയുള്ളവർക്ക് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. മാത്രമല്ല കാർലോ അൻചെലോട്ടിക്ക് അറിയാം എങ്ങനെയായിരിക്കണം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നെയ്മർ ജൂനിയർ എന്തായാലും കാർലോയുടെ പ്ലാനിലുണ്ട്. നെയ്മർ ജൂനിയറും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അടുത്ത വേൾഡ് കപ്പ് കളിക്കണം എന്നുള്ളത്. പക്ഷേ അത് അടിക്കണമെങ്കിൽ ഒരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. കാർലോ അൻചെലോട്ടി ഉള്ളതൊരു പ്രതീക്ഷയാണ്. പക്ഷേ അഗൈൻ എത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് ആ ബാലൻസ് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അദ്ദേഹം തമാശ രൂപേണ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ റയൽ മാഡ്രിഡ് ടീം പോലെ ഈ ബ്രസീലിയൻ ടീമിനെ കളിപ്പിക്കുക എന്നുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീസണിലെ പോലെയല്ല കഴിഞ്ഞ സീസണിലെ പോലെ കളിപ്പിക്കണം എന്നുള്ളത്. ഈ സീസണിൽ അവർക്ക് ബാലൻസിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഫുൾ ബാക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ. അവിടെയും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ബ്രസീലിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. പക്ഷേ അഗെയിൻ പണി ഒരുപാട് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പരാഗ്വൻ മത്സരത്തിൽ കുറച്ച് പോസിറ്റീവുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അഗെയിൻ ഞാൻ പറയുകയാണ് 2 മത്സരങ്ങളായിട്ടുള്ളൂ. ഓവർ അനാലിസിസ് നടത്തേണ്ട സമയമായിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.